ആയി മച്ചന്മാരെ, അപ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെ അവിടുത്തെ പയ്യൻ ഇങ്ങനെ മൊബൈലൊക്കെ കളിച്ച് കിടന്ന സമയത്ത് ഒരു വീടിൻ്റെ സൈഡിലായിട്ട് എന്ന് വെച്ചാൽ ഇത് സൈഡിലൊരു ചെറിയൊരു അനക്കം കേട്ടപ്പോൾ നോക്കിയപ്പോൾ തറയിൽ ഒരു പാമ്പ് എടിഞ്ഞു പോയിട്ട് ഒരു മൂലയ്ക്ക് പോയി ഇങ്ങനെ വളഞ്ഞിങ്ങനെ കിടന്നു. അപ്പം ആ കിടന്ന സമയത്ത് ഇവനിങ്ങനെ ചെറിയൊരു കമ്പൊക്കെ എറിഞ്ഞ് നോക്കിയപ്പോൾ നേരെ പത്തിയൊക്കെ കൊടുത്തി. അപ്പം അതൊരു മൂർഖമ്പാമ്പാണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ആ മനസ്സിലായ സമയത്ത് നമ്മളെല്ലാം കൂടി ഇവിടെ നിന്ന് ചെന്നു. അപ്പം നമ്മൾ ചെന്നു. പിന്നെ ഫോറസ്റ്റുകാർ വന്നു. ഫോറസ്റ്റുകാരുടെ മുഖേന നമ്മളത് പിടിച്ചു. പാമ്പിനെ അവർ വന്ന് പിടിച്ചുകൊണ്ട് അവർ പോയി. അപ്പോൾ അത് നമ്മുടെ ഈ ഭാഗത്തെന്ന് പറഞ്ഞാൽ ആങ്ങമ്പുഴി ഗവി പോകുന്ന റൂട്ടിലാണ് അവർ കൊണ്ടുവന്ന് അതിനെ റിലീസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഞാനിപ്പം പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു കുട്ടികളോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മുതിർന്നോ നമ്മളെപ്പോലെ എന്നെപ്പോലെയുള്ള ആൾക്കാരൊക്കെ നമ്മളൊക്കെ വെളിയിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക. വെളുപ്പം കാലത്തോ അല്ലെ രാത്രികളിലോ അല്ലെ പകലോ ഒക്കെ ഈ സാധനമൊക്കെ നമ്മുടെ ഒരു തണുപ്പ് പറ്റി നമ്മുടെ വീടിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും കിടന്നാൽ പോലും നമ്മൾ അറിയത്തില്ല. അതുപോലെ ഷൂകൾ, അതുപോലെ ഹെൽമെറ്റ്, അതുപോലെ ഒത്തിരി സംഭവങ്ങളൊക്കെ നമ്മൾ ഒത്തിരിയും വാർത്തകളൊക്കെ നമ്മൾ അറിയുന്ന കാര്യങ്ങളാണ്. അതുപോലെ നമ്മുടെ പരിസര പ്രദേശങ്ങളൊക്കെ ഒന്ന് വൃത്തിയായിട്ട് സൂക്ഷിച്ചാലൊക്കെ അത്രയും നല്ലതായിരിക്കും. പാമ്പിനെ പോലുള്ള ഇഴജന്തുക്കളൊക്കെ നമ്മുടെ വീട്ടിലോട്ടൊന്നും കയറി വരത്തില്ല. അതുപോലെ നമ്മുടെ വീടൊക്കെ പ്രത്യേകം ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് കട്ടിലിൻ്റെ അടികൾ, പിന്നെ ടേബിളിൻ്റെ അടികൾ, അതുപോലെ തുണി കിടക്കുന്ന അപ്പോൾ ഒത്തിരി നാൾ ഇപ്പോൾ അതുപോലെ വിറകിൻ്റെ ഇടകളെ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പോയി വിറകുകളൊക്കെ എടുക്കുക. അപ്പോൾ ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ഇടുന്നുണ്ട്. അപ്പോൾ അത് നമ്മളൊന്നും അല്ല പാമ്പിനെ പിടിച്ചേക്കുന്നത്. ഫോറസ്റ്റുകാർ റാന്നിയിൽ ഇതിന് ബന്ധപ്പെട്ടവർ വന്നാണ് ഈ പാമ്പിനെ പിടിച്ചോണ്ട് പോയിരിക്കുന്നത്. നമ്മൾ ആ പാമ്പിനെ നമ്മൾ ദ്രോഹിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം അതാണ് മെയിൻ നമുക്കൊന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ രാത്രി കാലങ്ങളിൽ പ്രത്യേകം ആൾ സൂക്ഷിക്കും. അങ്ങനെ വലിയൊരു സാധനം തന്നെയാണ് സാർമാർ പിടിച്ചിട്ടുണ്ട്. സൈസ് പുതിയതാ അപ്പം അതിൻ്റെ കാര്യം ഓക്കെ. സാർക്ക് എവിടുന്ന സാറേ? റാന്നി. കേട്ടുള്ളത് കട്ടിലാണോ? ഏതാ സാറ് എഴുതില്ല. ചേട്ടാ അഡ്രസ് കൊടുക്കുന്നു പറഞ്ഞേ. നന്ദു പറ. ചിന്തിച്ചേട്ടാ കിട്ടത്തില്ലേ? എന്തിനാ ചിന്തി കൊത്തിടാ കിട്ടോ? അഡ്രസ് പറഞ്ഞു കൊടുത്താൽ വീട്ടിൽ സ്വന്തമേത്തെ പേരും അഡ്രസ്സും മാത്രം. ഇതിലെ
ടിൻഡു അങ്ങോട്ട് വിട്. സൈസ് വാങ്ങനോ അയ്യോ ആണോ